സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓൾട്രോസിൽ ടിയാഗോയ്ക്ക് ഉണ്ടായ ഒരു മകനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്പോർട്സിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കൊന്ന് കാലെടുത്ത് നോക്കാം. ഗ്രാജുവലി വാഹനത്തിന്റെ സ്പീഡ് അങ്ങ് കയറുകയാണ്. 100+ കിലോമീറ്റർ സ്പീഡായിട്ടുണ്ട്. നല്ല സ്പീഡിൽ നല്ല സ്റ്റേബിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് കേട്ടോ. അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയും അതുപോലെ തന്നെ 15 വർഷമാണ് പറയുന്നത്. ലൈഫ് ലോങ് വാറണ്ടിയാണ് വാഹനത്തിന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ ഓടാൻ വേണ്ടിയുള്ള ഒരു ചാർജ് ഇതിനകത്ത് സംഭരിക്കുന്നത് വെറും 18 മിനിറ്റും കൊണ്ടാണ് എന്നുള്ളതാണ്. നമുക്ക് ബാറ്ററിയുടെ പൈസ ആദ്യമേ കൊടുക്കാതെ ബാറ്ററി ആസ് എ സർവീസ്, ബാറ്ററി വാടകയ്ക്ക് എടുക്കുന്ന രീതിയിൽ നമുക്ക് വാഹനം എടുക്കാം. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ വില 4,69,000 എക്സ്ഷോറൂം പ്രൈസ് ആണ് വരുന്നത്. ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഒരു സ്ക്രീനിന്റെ പ്ലേസ്മെന്റ് ഡിഫറെന്റ് ആണ്. നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കാർ വാങ്ങിക്കാനായിട്ട് ഇരിക്കുന്നവരാണ് നിങ്ങൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ട്രിക് വാഹനം വാങ്ങിക്കണമെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടോ? അതോ ഒരു പെട്രോളോ അല്ലെങ്കിൽ ഒരു ഡീസൽ വാഹനം വാങ്ങിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇനി വാഹനം വാങ്ങിക്കുന്ന സമയത്തേക്ക് കൂടുതൽ മൈലേജ് ഉള്ളൊരു വാഹനമായിരിക്കും നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ അതിന് കൂടുതൽ സേഫ്റ്റി ഉള്ളൊരു വാഹനമായിരിക്കും നോക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഇതിനെല്ലാം പറ്റിയ ഒരു ഉത്തരവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ടിയാഗോയുടെ ഫേസ് ലിഫ്റ്റാണ്. 2026 ടിയാഗോ. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത്. ഡൽഹിയിൽ നമ്മൾ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും ബാംഗ്ലൂർ ഇതിൻ്റെ ഡ്രൈവ് ഇവൻറ്റ് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ വാഹനം ഓടിച്ച് നിങ്ങളോട് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ കൂടുതലായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ മെയിനായിട്ട് സംസാരിക്കുന്നത്. പൊതുവേ ഇന്ന് നമുക്ക് ഡീസലിൻ്റെ വിലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പെട്രോളിൻ്റെ വിലയെ സംബന്ധിച്ച് വരുമ്പോൾ ഓരോ ദിവസം 2 രൂപയും 3 രൂപ വെച്ചും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പശ്ചിമേഷ്യൻ യുദ്ധമാണ് ഇതിനൊക്കെ ഒരു കാരണമായിട്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ വർഷം മുഴുവൻ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് എക്കണോമിക്കലായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇനിയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതത്തിൻ്റെ ഒക്കെ വില കൂടാൻ പോവുകയാണെന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വരുമ്പോൾ അവൻ്റെ ബഡ്ജറ്റിനെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊന്നാണ് അവൻ്റെ യാത്രയിലുണ്ടാകുന്ന ചിലവ്, അല്ലെങ്കിൽ ഈ പെട്രോൾ ഡീസലിൻ്റെ ഫ്യൂവലിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് കേരളത്തിൽ EVയുടെ ട്രെൻഡുകൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും 10% വെച്ച് ഗ്രോത്ത് EVയിൽ നമ്മൾ കണ്ടുവരുന്നു. അപ്പം സ്കൂട്ടർ ആണെങ്കിലും ഓട്ടോറിക്ഷകളാണെങ്കിലും കാറുകളാണെങ്കിലും ഈവൻ ബസ്സുകളൊക്കെ ആണെങ്കിലും ഇലക്ട്രിക്കലി കംപ്ലീറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും മാറാനായിട്ട് മടിയുള്ളവരോടാണ് ഞാൻ സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ EV എടുക്കുന്നത് എന്തുകൊണ്ടും ഭയങ്കര എക്കണോമിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഒരു ബേസിക് റേഞ്ച് ഉള്ള ഒരു EV അല്ലെങ്കിൽ ഏകദേശം ഒരു 15 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഏത് EV വാങ്ങിച്ചെന്ന് പറഞ്ഞാലും ഒരു 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 6 വർഷം കൊണ്ട് നമുക്ക് ബ്രേക്ക് ഈവൻ ആകും. അതിൻ്റെ പൈസയൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുകയും ഒക്കെ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ എനിക്ക് EV ഉള്ള ധാരാളം സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് പറഞ്ഞാൽ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഫ്യൂവൽ അടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ വളരെ ഈസിയാണ്. കാരണം 2 മാസം കൂടുമ്പോൾ വീട്ടിൽ ചാർജ് ചെയ്യുന്ന വെഹിക്കിൾസ് ആണെങ്കിൽ കറണ്ട് ബില്ല് വരുമ്പോൾ അതിനകത്തുള്ള ചെറിയൊരു സർജ് മാത്രമേ ഉള്ളൂ. അത് ഈസിലി മാനേജ് ചെയ്യാം. കാരണം ദിവസം 1000-1500 രൂപയുടെ ഫ്യൂവൽ നമ്മൾ കാറിന് അടിക്കുമ്പം നമുക്ക് അത് ഭയങ്കര ഒരു ഭാരമാണ്. നമ്മുടെ പോക്കറ്റിലെ പേഴ്സണ് കനം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി വീട്ടിൽ നമുക്ക് ഒരു സോളാറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാറിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് കാറിൻ്റെ കാര്യത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം നമ്മൾ ശരിക്കും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഇലക്ട്രിക് കാർ വാങ്ങിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളത് ടാറ്റയുടെ ടിയാഗോയാണ്. ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകൾ ഏറ്റവും കൂടുതൽ ഇറക്കുകയും പുതിയ സാങ്കേതിക വിദ്യകളും ടെക്നോളജികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ടാറ്റ എന്ന് പറയുന്നത്. നമുക്കറിയാം ടാറ്റയുടെ തന്നെ നെക്സോണൊക്കെ എവർഗ്രീൻ ഹിറ്റായിട്ടുള്ള വാഹനങ്ങളാണ്. ഇപ്പോൾ തന്നെ വരുന്ന വാഹനങ്ങളെല്ലാം EVയിലേക്ക് ടോപ്പ് ആൻഡ് ട്രിംസ് ഒക്കെ ആയിട്ടുള്ള വാഹനങ്ങളെല്ലാം EVയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും EV എടുക്കണം എന്നുള്ള ആഗ്രഹത്തിലുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു വെഹിക്കിളാണ് എൻ്റെ കൂടെ ഉള്ളത്. ടിയാഗോയുടെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന EV. ഓൾറെഡി ടിയാഗോയുടെ EV ഉണ്ട്, പക്ഷേ ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ കിടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുതുതായിട്ട് ടിയാഗോ വന്നിരിക്കുന്ന ഒരു കളറാണ് വന്നിരിക്കുന്നത്. നമുക്ക് 3 കളേഴ്സാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. അതിൽ ഈ ഒരു പച്ച ഷെയ്ഡൊക്കെ വരുന്ന ഒരു രീതിയിലുള്ള ഒരു കളറാണ്. ഇതിന് ഒരു ഡെഹ്റാഡൺ ഡ്യൂ എന്ന് പറയുന്ന ഒരു കളറാണ്. ഇതുകൂടാതെ ഒരു സോബോ എന്ന് പറയുന്ന ഒരു കളറുകൾ വരുന്നുണ്ട്. പിന്നെ പാങ്ങോങ് എന്ന് പറഞ്ഞൊരു കളർ. ഇത്രയും കളേഴ്സാണ് വന്നിരിക്കുന്നത്. അത് 3 പേസ്റ്റൽ കളേഴ്സാണ്. അത് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ. റോഡിൽ കൂടെ നമ്മൾ പോകുകയാണെങ്കിൽ ജിംസ് ബുട്ടായി വിതറിയ പോലെ വാഹനങ്ങൾ നമുക്കിനി കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഏറ്റവും പുതിയ ടിയാഗോയിൽ വന്ന വ്യത്യാസങ്ങൾ ഞാൻ പറയാം. അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ചിന്തിക്കുന്നു പറഞ്ഞാൽ എല്ലാവരും റേഞ്ചിൻ്റെ കാര്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ ബാറ്ററിയുടെ വാറണ്ടിയുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ ടിയാഗോയ്ക്ക് 8 വർഷവും 1,60,000 കിലോമീറ്റർ വാറണ്ടി ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത്, ഇതിന് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത്, അതായത് ബാറ്ററി കൂടിയ റേഞ്ചുള്ള 24 കിലോവാട്ട് ബാറ്ററി വരുന്ന വാഹനത്തിന് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയും അതുപോലെ തന്നെ 15 വർഷമാണ് പറയുന്നത്. ലൈഫ് ലോങ് വാറണ്ടിയാണ് വാഹനത്തിന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടിക്കാം. 15 വർഷത്തോളം നമുക്ക് നമ്മുടെ നാട്ടിൽ ലൈഫ് ലോങ് എന്ന് പറയുന്നത് 15 വർഷത്തേക്കാണല്ലോ വാഹനം നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഇറക്കുവാണല്ലോ. അപ്പം അത്രയും ലൈഫ് ലോങ് ആയിട്ടുള്ള വാറണ്ടി നമുക്ക് വാഹനം കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വാഹനം നമ്മൾ ചാർജ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയത്തിൻ്റെ കാര്യമായിരുന്നു. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഈ ഒരു വാഹനം നമുക്ക് ഓരോ ബാറ്ററിയുടെ കിലോവാട്ട് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 to 7 മണിക്കൂർ വരെയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് 40% എഫിഷ്യൻ്റ് ആയിട്ട് ചാർജിങ് ഫെസിലിറ്റിയും കൂടെ, ചാർജിങ്ങിൻ്റെ സ്പീഡും കൂടെ കൂടിയിട്ടുണ്ട്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ ഓടാൻ വേണ്ടിയുള്ള ഒരു ചാർജ് ഇതിനകത്ത് സംഭരിക്കുന്നത് വെറും 18 മിനിറ്റും കൊണ്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 30 കിലോവാട്ടിൻ്റെ ചാർജേഴ്സൊക്കെ നമുക്ക് ഉപയോഗിച്ച് ചാർജ്
ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്ററായിട്ട് ചാർജ് ചെയ്യാം. അപ്പം ചാർജിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല, വാറണ്ടിയുടെ കാര്യത്തിലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് 2 ബഡ്ജറ്റ് ലെവലുകളിൽ ഈ വാഹനം വാങ്ങിക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് 4 വേരിയൻറ്റുകളാണ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് നോർമലി നമ്മുടെ ഒരു ഓട്ടം ശരാശരി എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് 2 വേരിയൻസ് ആണുള്ളത്. 19.2 കിലോ വാട്ടിൻ്റെ ഒരു വേരിയൻ്റ് ഉള്ള ഒരു ബാറ്ററി ഉള്ള ഒരു വാഹനം, അതുപോലെ തന്നെ നമുക്ക് 24 കിലോ വാട്ടിൻ്റെ ബാറ്ററി വരുന്നൊരു വാഹനം. ഈ 19 കിലോ വാട്ടിൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ശരാശരി ഒറ്റ ചാർജിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് ആയിട്ടുള്ള റേഞ്ച് പറയാം 160 മുതൽ 170 കിലോമീറ്റർ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഓക്കെ, ആ ഒരു വാഹനത്തിന് നമുക്ക് 8 വർഷവും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1,60,000 കിലോമീറ്റേഴ്സാണ് വാറണ്ടി നമുക്ക് ആ ഒരു വാഹനത്തിനകത്ത് ലഭിക്കുക. 24 കിലോ വാട്ടിൻ്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒറ്റ ചാർജ് 205 മുതൽ 215 വരെ ഓൺ റോഡ് കിട്ടുമെന്നാണ് പറയുന്നത്. അതിനാണ് അൺലിമിറ്റഡ് വാറണ്ടിയും അതുപോലെ തന്നെ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വില ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഘടകമാണ്. കാരണം എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും സാമ്പത്തികം എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിലയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള അതായത് 19.2 കിലോ വാട്ടിൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് 4.69 lakhs മുതലാണ്. അത് എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിൽ നമുക്ക് വാഹനം വാങ്ങിക്കാം. അതായത് നമുക്ക് വാഹനം വിത്ത് ബാറ്ററി ആൻഡ് വിത്തൗട്ട് ബാറ്ററി വാങ്ങിക്കാം. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്കേതികമായിട്ട് ബാറ്ററി ഊരി വെച്ചെന്നല്ല പറയുന്നത്. നമുക്ക് ബാറ്ററിയുടെ പൈസ ആദ്യമേ കൊടുക്കാതെ ബാറ്ററി ആസ് എ സർവീസ്, ബാറ്ററി വാടകയ്ക്ക് എടുക്കുന്ന രീതിയിൽ നമുക്ക് വാഹനം എടുക്കാം. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ വില 4,69,000 എക്സ്ഷോറൂം പ്രൈസാണ് വരുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ബാറ്ററി വാടകയ്ക്ക് എടുക്കുക EMI പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്ററിന് 2 രൂപ 60 പൈസ വെച്ചാണ് വരുന്നത്. നമ്മൾ ഓടിക്കുന്ന കിലോമീറ്റേഴ്സിന് കൊടുത്തത്. അതിൻ്റെ ഒരു മിനിമം ഉണ്ട്, അത് എത്രയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. 1200 കിലോമീറ്റേഴ്സിൻ്റെ എമൗണ്ട് മിനിമം കൊടുക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. 8 വർഷത്തോളം നമ്മൾ അടയ്ക്കേണ്ടി വരും. അത് ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഓട്ടം ഉള്ളവർക്ക് പ്രാക്ടിക്കൽ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു പ്രാക്ടിക്കാലിറ്റി ഇല്ല. പക്ഷേ നമുക്ക് അധികം ഓട്ടമില്ലാത്ത വണ്ടികളൊക്കെയാണ്, സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചെടുക്കുന്ന വണ്ടികളൊക്കെയാണ് ബാറ്ററി ആസ് എ സർവീസ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ നമുക്ക് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇനിയിപ്പോൾ നമുക്ക് ബാറ്ററി ആസ് എ സർവീസ് ആയിട്ട് വേണ്ട, അല്ലാതെ നമുക്ക് ഇതിന് വില വരുവാണെങ്കിൽ 6,99,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഏറ്റവും ബേസ് വേരിയൻറ്റിനാണ് പറയുന്നത്. ഇത് ഈ 19.2 കിലോ വാട്ട് 2 വേരിയൻസിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതുപോലെ 24 കിലോ വാട്ടും നമുക്ക് 2 വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഇനി 24 കിലോ വാട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേന് 9,49,000 രൂപയാണ് വരുന്നത്. എക്സ്ഷോറൂം പ്രൈസ് ആണ്. ഇനി അതിന് തൊട്ട് മുകളിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് 9,99,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓൺ റോഡിലേക്കൊക്കെ വരുവാണെങ്കിൽ ഒരു 13 ലക്ഷം രൂപയ്ക്കകത്തായിരിക്കും ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത്. ഏറ്റവും ബേസ് എൻഡിലേക്ക് വരുന്ന സമയത്തേക്ക് അതായത് നമുക്ക് 7 ലക്ഷം അല്ലേ വരുന്നത്. അപ്പോൾ ഒരു 8.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ബഡ്ജറ്റിൻ്റെ കാര്യം കൊണ്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ വാഹനം മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഈ ബാറ്ററിയെക്കുറിച്ചും കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വാഹനത്തിൽ വന്ന മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റ് നമ്മുടെ റേഞ്ചൊക്കെ ഒക്കുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളത് ഏറ്റവും പുതിയ ടിയാഗോയുടെ EV ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് റിവാമ്പ് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ്. ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് ഓപ്ഷൻ വന്നപ്പോഴത്തേന് നേരത്തെ ഇരിക്കുന്ന ടിയാഗോയിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓൾട്രോസിൽ ടിയാഗോയ്ക്ക് ഉണ്ടായ ഒരു മകനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതിൻ്റെ ഡിസൈനിലേക്ക് വരാം. പ്രധാനമായിട്ട് നല്ലൊരു ഒടുക്കൻ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ടോപ്പ് എൻഡിലേക്ക് വരുന്ന റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, അതുപോലെ ഓട്ടോ ഹെഡ് ലാംപ്സ് ഉണ്ട്. ഹെഡ് ലാംപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ ഡിസൈനാണ് വരുന്നത്. ലൂക്സ് ഹെഡ് ലാംപ്സ് എന്നാണ് ഈ ഒരു ഹെഡ് ലാംപ്സിനെ പറയുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു DRL നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബൈ പ്രൊജക്ടറായിട്ട് വരുന്ന ഹെഡ് ലാംപ്സ് ആണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫോഗ് ലാംപ്സ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ടാറ്റയുടെ ലോഗോ കാണാം. അതുപോലെ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ഭാഗവും നമുക്കിവിടെ കാണാനും സാധിക്കും. ഫ്രണ്ട് ഗ്രില്ലെന്ന് പറഞ്ഞാൽ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്, എന്നാൽ ആരും നോക്കുന്ന തരത്തിലുള്ള ഒരു ഗ്രില്ല് പാറ്റേണിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി നമുക്കിനി നമ്മുടെ വാഹനത്തിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നോക്കാം. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡയമെൻഷൻസിനകത്ത് യാതൊരു വ്യത്യാസങ്ങളും വരുത്തിയിട്ടില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പൊക്കവും വണ്ണവും വീതിയും നീളവും ഒക്കെ തന്നെയാണ് വാഹനത്തിനകത്ത് ഉള്ളത്. 2400 ഇതിൻ്റെ വീൽ ബേസ് ആയിട്ട് വരുന്നത്. അപ്പം വീലിലേക്ക് വരുന്നതിൻ്റെ സമയത്തേക്ക് അതിന് മുമ്പ് അതിൻ്റെ ക്ലാഡിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ഇതാണ് വീലാർക്കിൻ്റെ ക്ലാഡിങ് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രേ ഗ്രെയിൻ ഇതിലാണ് വരുന്നത്. അതായത് സാധാരണ ബ്ലാക്ക് കളറിലാണ് വരുന്നത്, പക്ഷേ അതൊരു ടെക്സ്റ്റൈഡ് ആയിട്ടുള്ള ഒരു ഭംഗിയിലാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് അകത്തേക്ക് പോകുമ്പോഴും ആ ഒരു ഗ്രേയുടെ ടച്ചുകളാണ് കംപ്ലീറ്റ് കാണാനുള്ളത്. ഇതിനകത്തേക്ക് പോകുന്ന സമയത്ത് അത് കാണിക്കാം. ഇനി ടയേഴ്സിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ഹൈപ്പർ സ്റ്റൈലായിട്ട് വരുന്ന വീൽസ് ആണ്. R14, അതായത് 14 ഇഞ്ചാണ് ടയേഴ്സ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. EVക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇനി അടുത്തായിട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ മിറേഴ്സ് കാണാം. മിറേഴ്സിലേക്ക് വരുന്ന സമയത്തേക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ടൈൻ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. നേരത്തെ 360 ഡിഗ്രി ക്യാമറ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ടിലും അതുപോലെ മിറേഴ്സിലും ബാക്കിലും എല്ലാം കൂടെ ക്യാമറ കൊടുത്ത് 360 2D and 3D വ്യൂവിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അത് സേഫ്റ്റിയെ കൂടുതലായിട്ട് നമുക്ക് എൻഹാൻസ് ചെയ്യും. അതുപോലെ വാഹനത്തിൻ്റെ റൂഫിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഡ്യുവൽ ടോണിലാണ് ഈ ഒരു സ്പെഷ്യൽ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പം ആ ഒരു വശം നമുക്ക് കാണാം. ഈ ഒരു A പില്ലറും B പില്ലറും ഒക്കെ ബ്ലാക്കും ചെയ്തിട്ടുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോർ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്രോമിൻ്റെ ഒരു ഗാർണിഷിംഗ് എലമെൻറ്റ് ഒക്കെ കൊടുത്ത് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു സൈഡിലേക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്കിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇവിടെയാണ് ഫ്യൂവലിൻ്റെ ഒരു ലിഡ് വരുന്നത്. ഫ്യൂവലല്ല, നമുക്ക് ചാർജിംഗ് പോർട്ട് വരുന്നത് CCS2 ആണ് വരുന്നത്.
നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചാർജർ ഓപ്ഷൻസ് നമുക്ക് അതിനകത്ത് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ എനേബിൾ ആയിട്ട് കിട്ടും. അതൊക്കെയാണ് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ നിന്ന് വരുന്നത്. ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ എന്ന് പറയുകയാണെങ്കിൽ ഇത് ഒരു ഷാർഫിൻ എന്ന വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് സ്പോയിലർ, ഡീഫോഗറുള്ള ഗ്ലാസ്, പിന്നെ ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഒരു വൈപ്പർ ഉള്ള ഒരു മോഡൽ കാണാം. ഇതാണ് കണക്റ്റഡ് ആയിട്ട് വരുന്ന ലൂക്സ് ആയിട്ട് വരുന്ന ടെയിൽ ലാംപ്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കണക്റ്റഡ് ആയിട്ട് ഫീൽ ആണെങ്കിലും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇലിമിനേറ്റഡ് അല്ല. പക്ഷേ ഈ നോർമൽ ഈ ഭാഗം ഇലിമിനേറ്റഡ് ആണ്. ഈ ഒരു വശമാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാഡ്ജിങ് കാണാം. ടിയാഗോയുടെ ഒരു റൈറ്റിംഗ് അവിടെ നമുക്ക് എംബോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസിലേക്ക് വരുന്ന സമയത്തേക്ക് 204 ലിറ്റർ ആണ് വരുന്നത്. അത്യാവശ്യം വേണ്ടുന്ന ബൂട്ട് സ്പേസ് ഉണ്ട്. ഒരു പാഴ്സൽ ട്രേ ഒരു വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പെയർ ടയർ വരുന്നില്ല, പഞ്ചർ റിപ്പയർ കിറ്റാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുറകിലുള്ളത്. പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ബമ്പർ പോർഷൻ നമുക്ക് വാഹനത്തിനകത്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതിൻ്റെതായിട്ട് വരുമ്പോൾ റിവേഴ്സ് നമുക്ക് കത്താനുള്ള ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആയിട്ടുള്ള ലുക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇന്റീരിയറിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. പുതിയ ടിയാഗോ ഫേസ് ലിഫ്റ്റിൽ നല്ല മാറ്റങ്ങളാണ് ഇന്റീരിയറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്റീരിയറിൻ്റെ തീം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. എന്താണ് ഇതൊരു ഗ്രേ ട്വിൻ്റാണ് കംപ്ലീറ്റ് വരുന്നത്. നല്ലൊരു പ്രീമിയം ഫീലുണ്ട്. നമ്മൾ സീറ്റ് എടുത്താലും അതിൻ്റെ ഒരു ഡാഷ്ബോർഡ് എടുത്തെന്ന് പറഞ്ഞാലും കംപ്ലീറ്റ്ലി ഒരു ഗ്രേ എലമെൻറ്റിലേക്ക് നമുക്ക് മാറിയിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഡോർ പാനൽ മുതൽ നമുക്ക് ആദ്യമേ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഡോർ പാനൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. അതാ ഈ ഒരു ഡോർ പാനൽ കംപ്ലീറ്റ് പുതിയൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ടാറ്റ സിയറയിലും ഒക്കെ കണ്ടുവന്നിരിക്കുന്ന ഒരു ഡിസൈനിലാണ് ഈ ഒരു ഭാഗമൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഡോറിൻ്റെ കൺട്രോൾസ് ഒക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിറേഴ്സിൻ്റെ കൺട്രോളിലേക്കൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു വശത്തേക്ക് നമുക്ക് കാണാം. ഇത് ഓട്ടോ ഫോൾഡബിൾ ആണ്. ഇലക്ട്രിക്കലി ഓട്ടോ ഫോൾഡബിൾ ആയിട്ട് വരുന്ന മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയൊരു ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് കണ്ടോ, ഇതാണ് ഈസ്റ്റർ എക്സ്. സാധാരണ നമ്മൾ ഈ ടാറ്റയുടെ വണ്ടികളിനകത്തൊക്കെ ഗ്ലാസ്സുകളിലും അല്ലെന്നുണ്ടെങ്കിൽ അകത്തൊക്കെ ഓരോ മൃഗങ്ങളുടെ പടമുണ്ട്. ഈ പ്രാവശ്യം അണ്ണാൻ കുഞ്ഞിനാണ് അവർ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പം അതാണ് അതിൻ്റെ ഈസ്റ്റർ എക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 4 സ്പീക്കേഴ്സാണ്, സറൗണ്ട് സിസ്റ്റമാണ് വരുന്നത് കേട്ടോ. അടിപൊളി സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് സീറ്റ്സിലേക്ക് വരാം. സീറ്റ്സിലേക്ക് വരുന്ന സമയത്തേക്ക് ഫാബ്രിക് ആയിട്ട് വരുന്ന സീറ്റുകളാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റ്സാണ് ഡ്രൈവറിൻ്റെ കോ ഡ്രൈവറിന് കൊടുത്തിരിക്കുന്നത്. മാനുവലി ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. സീറ്റിംഗ് പൊസിഷൻ അടിപൊളിയാണ്. കാരണം നമ്മൾ ഇരിക്കുന്ന സമയത്തേക്ക് നമുക്ക് ബോണറ്റിൻ്റെ ആ ഒരു ഹൈറ്റ് നമുക്ക് അവിടെ നിന്നുള്ള ഒരു വിസിബിലിറ്റി നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ടിയാഗോയുടെ ഇന്റീരിയറിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ മാറ്റം നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ തന്നെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. നേരത്തെ ഒരു എലിമിനേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. ടാറ്റ എന്നുള്ള റൈറ്റിംഗ് ഉണ്ട്. പക്ഷേ TA.EV എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ആണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാസ്റ്റിക് ടെക്സ്ചറിലാണ് വന്നിരിക്കുന്നത്. മറ്റൊന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഷൈനിങ് മെറ്റീരിയൽ ആയിരുന്നു. അല്ലെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു സിമ്പിളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. റബ്ബർ പാഡഡ് ആയിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇതിന് ലെതറക്റ്റ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. ഡീക്കറ്റ് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീലിനകത്ത് നമുക്ക് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റിംഗ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ക്ലസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന ഹാൻഡ് ഫ്രീ അസിസ്റ്റും അതുപോലെ മീഡിയയുടെ കൺട്രോൾസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഒരു സ്ക്രീനിൻ്റെ പ്ലേസ്മെൻറ്റ് ഡിഫറൻ്റ് ആണ്. നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ഒരു സ്ക്രീൻ അവിടെ വെച്ചിരിക്കുകയാണ്. ഇൻസ്ട്രുമെൻറ്റ് പാനലായിട്ട് സ്ക്രീനാണ് വെച്ചിരിക്കുന്നത്. 5 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ ആണ് കേട്ടോ. ഇതിനകത്തൊരു 5 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ്. അത് കൂടാതെ തന്നെ ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് ഈ വാഹനത്തിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ ചാർജിങ് ഒക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് റീജൻ്റെ കാര്യങ്ങളും അതുപോലെ ഡ്രൈവും ഒക്കെയാണ് ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പിന്നെ ഇത് പുതുതായിട്ട് വന്നിരിക്കുന്നതാണ്. ഇതൊരു ഫ്ലോട്ടിംഗ് ഐലൻഡ് ഡിസ്പ്ലേ വന്നിരിക്കുന്ന ഒരു സ്ക്രീനാണ്. 10.25 ഇഞ്ചസ് ആണ് വരുന്നത്. 5000 കണക്ടിവിറ്റിയാണ്. 40+ ഫീച്ചേഴ്സ് ഉണ്ട്. റിമോട്ട്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, AC ഓൺ ആക്കാനും അതുപോലെ ലൈറ്റുകൾ ഓൺ ആക്കാനും വിൻഡോ താക്കാനും ഒക്കെ നമുക്ക് പറ്റുന്ന കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് വാച്ചിന് കണക്ടിവിറ്റി നമുക്ക് വാഹനത്തിനകത്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൂടാതെ തന്നെ ഡ്രൈവറിൻ്റെ ബിഹേവിയറുകളും ഡ്രൈവിംഗ് പാറ്റേണുകളും ബ്രേക്കിങ്ങിൻ്റെ സ്ട്രക്ചറുകളും ഒക്കെ നമുക്ക് അതിനകത്ത് ടെലിമാറ്റിക്സ് കംപ്ലീറ്റ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ സ്ക്രീൻ ആണെങ്കിലും വളരെ റെസൊല്യൂഷൻ ഉള്ള ഒരു സ്ക്രീനാണ്. പ്രത്യേകിച്ച് 360 ഡിഗ്രിയുടെ ക്യാമറ ഇടുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതിൻ്റെ 2D 3D വ്യൂസും നമുക്ക് വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ട് അത്യാവശ്യം മോശമില്ലാത്ത ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിളിൻ്റെ കാർ കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് ഏരിയയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കണ്ട് ഇവിടെയൊക്കെ ഉണ്ട് ഒരു ഫാബ്രിക് ഇതിലാണ് വന്നിരിക്കുന്നത്. മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഗ്രേ കളറുള്ള പ്ലാസ്റ്റിക്സ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, 2 സ്ക്രീനുകളാണ് വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു വാഹനത്തിനകത്ത് ഇത്രയും സ്ക്രീനുകൾ വരുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ ഒരു ലുക്ക് ടോട്ടലി മാറുന്നതായിട്ട് കാണാം. പിന്നെ AC എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് വരുന്ന AC ആണ്. ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇത് ന്യൂലി ഡിസൈൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല പ്രീമിയം ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈസർ കൺട്രോൾസ് ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ലെവലാണ്. റീജൻ 0, 1, 2, 3, 4 അങ്ങനെ 4 ലെവൽസ് ഉണ്ട്. 0 എന്ന് പറയുമ്പോൾ റീജൻ ഇല്ല, 4 എന്ന് പറയുമ്പോൾ ഹൈയസ്റ്റ് മോഡായിരിക്കും. ആ സംവിധാനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ് പ്ലഗ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പോർഷൻ 360 ഡിഗ്രി, ഇത്രയും ക്യാമറാസ് ആണ്, ഇത്രയും സ്വിച്ചസ് ആണ് ആ ഒരു ഭാഗത്തായിട്ട് വരാണ്ട് നമുക്ക് സാധിക്കുന്നത്.
പിന്നെ ഇതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഫോൺ നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ഇവിടെ വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. നേരത്തെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഒരു വാഹനത്തിനകത്ത് വയർലെസ് ചാർജർ ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ EV-ക്കകത്ത് വയർലെസ് ചാർജർ ദൗർഭാഗ്യമായിട്ട് കൊടുത്തിട്ടില്ല. അതിന് പകരം ഒരു 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചാർജറാണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ ഒരു USB ഇൻപുട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ 2 ഫോണുകൾ നമുക്ക് അവിടെ നിരത്തി വെക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ ഏരിയ ഒക്കെ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു റോട്ടർ സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സെൻട്രൽ ബ്രിഡ്ജ് അത് ഡിഫറൻ്റ്ലി ആണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെയാണ്, കോൾഡായിട്ട് വരുന്ന ഗ്ലോ ബോക്സ് ആണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ റൂഫ് ഏരിയയിലേക്ക് വരാം. നമുക്കിവിടെ ഒരു IRBM കാണാം, മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഇതിനകത്ത് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഈ കൊച്ചു വണ്ടിക്കകത്ത് സൺറൂഫിൻ്റെ ഒന്നും ആവശ്യമില്ല. സൺ വൈസേഴ്സ് ഉണ്ട്, ഇതിനകത്ത് ആൻറ്റി മിറേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ ഈ വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ. തുടക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ വാഹനം എടുക്കുമ്പോൾ നമ്മൾ കൺസേൺ വെക്കേണ്ട കാര്യങ്ങളൊന്നാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. സേഫ്റ്റിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മുടെ ടാറ്റയുടെ ടിയാഗോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 90+ സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആക്റ്റീവും പാസീവുമായിട്ടുള്ള ഫീച്ചേഴ്സാണ് വരുന്നത്. അതിനകത്ത് 6 എയർ ബാഗുകൾ, ABS EBD ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ ESP സ്യൂട്ട് ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻറ്റുകൾ വരുന്നുണ്ട്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ഉണ്ട്. അതുപോലെ നമുക്ക് ബാക്കിലോട്ട് വണ്ടി ഇറങ്ങി പോകാതിരിക്കാനുള്ള ഹിൽ ഹോൾഡ് കൺട്രോൾ, അങ്ങനെയുള്ള എല്ലാ ഫാൻസി ഫീച്ചേഴ്സും അല്ലാത്ത സേഫ്റ്റി ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്കിവിടെ ആംബ്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, ആംബ്രസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുറകെ ഇരിക്കുന്നവർക്ക് വേണ്ടുന്ന ഒരു AC നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് ബാക്കിലോട്ട് വരുമ്പോൾ ഞാൻ വിശദീകരിച്ച് നമുക്ക് പറയാം. പിന്നെ ഈ ആംബ്രസ്റ്റിനകത്ത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. 12 വോൾട്ടിൻ്റെ ചാർജിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഹാൻഡ് ബ്രേക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡ്രൈവർ സീറ്റ് ഏരിയയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇനി സെക്കൻഡ് റോയിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ സെക്കൻഡ് റോയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ഫാമിലി കാർ ആകുമ്പോൾ തന്നെ പ്രധാനമായിട്ടും സെക്കൻഡ് റോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. നമുക്ക് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് നമുക്ക് വാഹനത്തിനകത്ത് കിട്ടുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഹെഡ് റൂം ആണെങ്കിലും നല്ല ഹെഡ് റൂം കിട്ടുന്നുണ്ട്. ഞാൻ ഏകദേശം 170 സെൻറ്റിമീറ്റർ പൊക്കമാണ്. അപ്പോൾ എനിക്ക് നോർമലി ഉള്ള ആൾക്കാർക്കൊക്കെ ഹെഡ് റൂം ഒക്കെ വളരെ ആപ്റ്റ് ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ഹെഡ് റെസ്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഹെഡ് റെസ്റ്റുകളാണ്, എന്നാൽ ഹെഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പൊക്കമുള്ളവർക്ക് അത് ആപ്റ്റ് ആയിരിക്കില്ല. പക്ഷെ നോർമലി ഉള്ള ഇപ്പം എൻ്റെ ഹൈറ്റിനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചാരി ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ്സ് ഒക്കെ ഫാബ്രിക് ആയിട്ടാണ് വരുന്നത്. തൈ സപ്പോർട്ട്സും മോശമില്ലാത്ത രീതിയിൽ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് നടുക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 3 പേർക്ക് ഇരിക്കാമെങ്കിലും നടുക്കെന്ന് പറയുന്നത് ഒരു കുട്ടിക്കായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പുതുതായിട്ട് വന്നിരിക്കുന്ന AC-യുടെ ആ ഒരു പെയിന്റും കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി പുറകേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ സെന്റർ ടണലിലും ചെറിയൊരു ഹൈറ്റ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത്. പക്ഷെ എന്നാലും ബാക്കിലൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര ഡീസൻ്റ് ആണ്. നമുക്ക് സീറ്റുകളിലേക്ക് വന്നതാണ് സീറ്റ് പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീറ്റ് ബെൽറ്റുകളെല്ലാം നമുക്ക് ഇവിടെ കാണാം. അതുപോലെ ഐസോഫിക്സിന്റെ ചൈൽഡ് സീറ്റും വാഹനത്തിന്റെ ബാക്കിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം. എന്താണ് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് പെർഫോമൻസും ഇതിൻ്റെ ഒരു സീറ്റിംഗ് കംഫർട്ടും റോഡ് പൊസിഷനും ഒക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ബാംഗ്ലൂർ ടു ചെന്നൈ ഹൈവേയിലാണ് നിൽക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റ് ഇട്ട് കഴിഞ്ഞപ്പം ആ ഒരു ക്യാമറ വർക്കായി നമുക്കിവിടെ ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് കാണിക്കും. ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ ഒരു വശത്തെ ക്യാമറ ഓൺ ആവുന്നതാണ്. ഒന്നാമത് ആദ്യമായിട്ട് പറയേണ്ടത് ഈ വാഹനം റോഡിൽ ഓടുമ്പോൾ ഉണ്ടാകുന്ന ഒരു റോഡ് പ്രസൻസ് ആണ്. റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. കാരണം ശരി കളേഴ്സ് തന്നെയാണ്. ഈ ഒരു ഡെഹ്റാഡൂൺ ഡ്യൂ എന്ന് പറയുന്ന ഈ ഒരു കളർ, ദെറാദൂൺ ഡ്യൂ എന്ന് പറയുന്ന ഈ കളർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കിട്ടിൽ ഒരു നല്ല രസമാണ് ആ ഒരു കളർ കാണുക എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയുള്ള അതിന് 3 കളേഴ്സും നല്ല സൂപ്പർ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിന് നല്ലൊരു റേറ്റിംഗ് നമുക്ക് മാർക്കിംഗ് നമുക്ക് കൊടുക്കാം. ഇങ്ങനെയുള്ള കളേഴ്സ് കൊണ്ടുവന്നതിനകത്ത് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 24 കിലോവാട്ടിൻ്റെ ബാറ്ററി ഉള്ള ഒരു വാഹനമാണ്. ഇതാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 205 മുതൽ 215 വരെയാണ് ഇതിന് നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് കിട്ടുന്നത്. അത് നമ്മുടെ ഒരു ഡ്രൈവിംഗ് ബിഹേവിയർ പോലെ ഇരിക്കും, കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നതായിരിക്കും. നമുക്കിതിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 74 PS പവറാണ് ഈ വാഹനം ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു 114 Nm ടോർക്ക് നമുക്ക് ഈ വാഹനം തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ 92 കിലോവാട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം നമുക്കൊരു 60 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 110 Nm ടോർക്കുമാണ് വാഹനം ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓപ്പൺ റോഡ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 2 മോഡലാണ്, സിറ്റി സ്പോർട്ട്. ഇപ്പോൾ സിറ്റിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്പോർട്സിലേക്ക് ഒന്ന് മാറ്റാം. സ്പോർട്സിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കൊന്ന് കാലോട്ട് നോക്കാം. ഗ്രാജുവലി വാഹനത്തിന്റെ സ്പീഡ് അങ്ങ് കയറുവാണ്. 100+ കിലോമീറ്റർ സ്പീഡായിട്ടുണ്ട്. നല്ല സ്പീഡിൽ നല്ല സ്റ്റേബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് കേട്ടോ. ഏകദേശം നമുക്ക് 122 കിലോമീറ്റർ ആണ് നമുക്ക് ഇതിന്റെ ഒരു ടോപ്പ് സ്പീഡ് നമുക്ക് കിട്ടിയത്. അത്രയും സ്പീഡ് വരെയാണ് ഈ ഒരു വാഹനം എടുക്കുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാറാണല്ലോ. അപ്പോൾ എന്നാലും നമുക്ക് 100ന് മുകളിൽ നമുക്ക് ഈസിലി വളരെ ഫാസ്റ്റർ ആയിട്ട് EV കാർസ് വളരെ ഫാസ്റ്റർ ആയിട്ടാണ് ക്രൂയിസ് ചെയ്ത് കയറി പോകുന്നതിനുള്ളൊരു കാര്യം അറിയാം. അപ്പോൾ നമുക്ക് നല്ല സ്പീഡുകളിൽ നമുക്ക് ഹൈവേയിൽ കൂടെ നമുക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ബാറ്ററിയെ കുറിച്ചൊക്കെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു വാറണ്ടി ഫിഗേഴ്സ് ഓൾറെഡി പറഞ്ഞല്ലോ. 24 കിലോവാട്ടിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്, കിലോമീറ്റേഴ്സ് നമുക്ക് ഓടാം. അതുപോലെ ലൈഫ് ലോങ് വാറണ്ടിയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് വാഹനം മേടിച്ച് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ്.
അതുപോലെ നമ്മൾ ഇതിലേക്ക് വരുവാണെങ്കിൽ നോർമലി 19.2 കിലോ വാട്ടിലേക്ക് വരുവാണെങ്കിൽ നോർമലി ഉണ്ടായിരുന്നത് തന്നെയാണ് 8 വർഷം 1,60,000 കിലോമീറ്റേഴ്സ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ അൺലിമിറ്റഡ് വാറണ്ടി വരുന്ന ഈ 24 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓണർ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അത് സെക്കൻഡ് ഓണറിലേക്ക് പോകുന്ന സമയത്തേക്ക് നമുക്ക് 8 വർഷവും 1,60,000 മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഓടിക്കാനൊക്കെ നല്ല ഒരു സുഖമുള്ളൊരു വാഹനമാണ്. പ്രത്യേകിച്ച് സീറ്റിംഗ് പൊസിഷൻ നല്ല രീതിയിൽ നമുക്ക് സീറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ഒരു സീറ്റിംഗ് പൊസിഷനാണ് കിട്ടുന്നത്. ബോണ്ടിന് എൻഡ് വരെ കാണാം. ഇപ്പോൾ പൊക്കം കുറഞ്ഞ ആൾക്കാരാണെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ല. സ്ത്രീകൾക്കൊക്കെ വളരെ ആപ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. നല്ല രസകരമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂംസിലേക്ക് ഈ വാഹനം എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങളൊരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. കാരണം ഏറ്റവും ബഡ്ജറ്റ് ലെവലിൽ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി EV ആണ് നമ്മുടെ ടാറ്റയുടെ ടിയാഗോ EV എന്ന് പറയുന്നത്. നമ്മൾ ബാറ്ററി റെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ നമുക്കൊരു 4,69,000 എക്സ്ഷോറൂം പ്രൈസ്, ഏകദേശം ഒരു 5,15,000 രൂപയോ ആ റേഞ്ചിലൊക്കെ നമുക്ക് വാഹനം എടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ബാറ്ററിയുടെ പൈസ EMI ആയിട്ട് അടച്ചാൽ മതി. അത് ഇതുവരെയും മനസ്സിലാക്കാൻ സാധിക്കുന്ന 1,200 കിലോമീറ്ററിന്റെ എമൗണ്ട് എല്ലാ മാസവും നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് മിനിമം എമൗണ്ട് കൊടുക്കണമെന്നാണ്. എക്സാക്ട് ഫിഗേഴ്സ് പറഞ്ഞിട്ടില്ല. ഓരോ കിലോമീറ്റർ 260 പൈസ വെച്ചിട്ടാണ് എമൗണ്ട് ആകുന്നത്. അതൊക്കെയാണ് ഈ ഒരു ബാസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അല്ലാതെ നമുക്ക് ബാറ്ററി ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിൽ 6.99 ആണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു 8 ലക്ഷം രൂപയ്ക്ക് ആ ഒരു ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ 8-8.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരു EV സ്വന്തമാക്കാണ്ട് നമുക്ക് സാധിക്കും. ബേസ് വേരിയന്റ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. എയർ ബാഗ് ഒക്കെ അതിനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതുകൊണ്ടൊക്കെ ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നി. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട. അപ്പോൾ എന്താണെങ്കിലും കൊള്ളാം. വാഹനം നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാലം എടുത്ത് ഓടിച്ചു നോക്കാം. ഓപ്പൺ റോഡാണ് കണ്ടോ, വളരെ ഫാസ്റ്റർ ആയിട്ടാണ് വാഹനത്തിന്റെ സ്പീഡ് കയറുന്നത് കേട്ടോ. 122 കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ ഒരു ടോപ്പ് സ്പീഡ് കിട്ടുന്നത്. അതിന്റെ മുകളിലോട്ട് പോകാം. 123 വരെ പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് ഈ വാഹനത്തിന്റെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. ബ്രേക്കിംഗ് ആണെങ്കിലും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട് കൊള്ളാം. അത്യാവശ്യം നമുക്ക് കൈക്ക് ഒതുങ്ങുന്ന പൈസയിൽ നല്ല പെർഫോമൻസ് ഉള്ള ഒരു വാഹനം. ഒരുപാട് പെർഫോമൻസ് എന്ന് പറയുന്നില്ല, ലൈക്ക് നമുക്ക് ഈ ഒരു വിലയ്ക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു ടാറ്റ ടിയാഗോയുടെ EV എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇഷ്ടപ്പെട്ടെന്നുള്ളത് താഴെ കമന്റ് വേണ്ടി എഴുതാം. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് റോബിൻ സൈനിങ് ഫ്രം റോബിൻ ഷോ.